ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലെ? വാശിയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ പെന്തക്കോസ്തിക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി ഒരുങ്ങാം. കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു ടെൻഷനായിരുന്നു. ഇപ്പൊ ഞാനൊരു വചന സന്ദേശം നൽകുമ്പോഴും അല്ലെങ്കിൽ ഒരു വചന സന്ദേശം നൽകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു ടെൻഷൻ ഇങ്ങനെയായിരുന്നു: ദൈവമേ, എൻ്റെ ബലഹീനതകളോ എൻ്റെ പാപങ്ങളോ ഒക്കെ ഞാൻ നൽകുന്ന എന്നിലൂടെ ദൈവം സംസാരിക്കുന്നത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് തടസ്സമാകുമോ? അല്ലെങ്കിൽ ഞാൻ പറയുന്ന വചനത്തിന് ക്ലാരിറ്റി ഉണ്ടാകുമോ? വ്യക്തത ഉണ്ടാകുമോ? ഇത് മറ്റുള്ളവർക്ക് ലഭിക്കുമോ? ഇതൊക്കെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ഒരു ടെൻഷൻസാണ്. ആ സമയത്താണ് ക്രിസ്റ്റോ യൂത്തിലെ തന്നെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വലിയ മിഷണറിയായ ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനാണിത് ചെയ്യുന്നത് എങ്കിൽ മാത്രം മോന് ടെൻഷൻ പോരെ. പക്ഷെ മോനിലൂടെ ദൈവമാണത് ചെയ്യുന്നതെങ്കിൽ മോൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ ഒരു വാക്ക് വളരെ ശക്തമായി എനിക്ക് ഒരു പ്രചോദനം നൽകി. ഇതുവരെ ഇല്ലാത്തൊരു ശക്തി എന്നിലേക്ക് കടന്നു വരുന്ന പോലെ തോന്നി. നമ്മൾ പലപ്പോഴും ഇങ്ങനെയാണല്ലേ, നമ്മളിലേക്ക് തന്നെ കോർ ഫോക്കസ്. എന്നാൽ വചനം പറയുന്നത് എന്താ? ആത്മാവിന്റെ ഹിതമനുസരിച്ച് വ്യാപരിക്കുവിനെന്ന. ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ പെന്തക്കോസ്തിയിൽ നമുക്ക് ആരംഭിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ മുമ്പോട്ട് പോകുന്നോ ഇല്ലയോ എന്നുള്ളതാണ്. ഈ പെന്തക്കോസ്തി മുതൽ ഇങ്ങനെ ഒരു നവീകരണത്തിനായിരിക്കണം നാം മുൻതൂക്കം നൽകേണ്ടത്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനമനുസരിച്ച് വേണം നാം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ. നമ്മുടേതായ തീരുമാനങ്ങളില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് എന്താ സംഭവിക്കുക എന്നറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം പ്രകാരമാണ് പറയുന്നത്: എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പെന്തക്കോസ്തി ഒരു വേറിട്ട രീതിയിൽ ജീവിതം നവീകരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. എവരിതിങ് ഇൻ മൈ ലൈഫ് I should depend on God. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും ഈ ഒരു വലിയ ഒരുക്കത്തിന്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുക. വളരെ സ്നേഹത്തോടെ, റൂബൻ ബ്രദർ, ക്രിസ്റ്റോ യൂത്ത് ഡയറക്ടർ.